ഹായ് ഫ്രണ്ട്സ്, പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസുകൾ എങ്ങനെയാണ് പാസീവ് വോയിസിൽ വരുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ പാസീവ് വോയിസ് ആണ് പഠിക്കുന്നത്. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്? നമുക്കറിയാം. ജസ്റ്റ് ഫിനിഷ് ചെയ്ത ആക്ഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. റൈറ്റ്? ഐ ഹാവ് ഗിവൺ എ ഗിഫ്റ്റ്. ഐ ഹാവ് ഗിവൺ ഹിം എ ഗിഫ്റ്റ്. ഞാൻ അദ്ദേഹത്തിനൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. രാമു കോഴിക്കോട്ടേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇല്ല, അവൻ ജസ്റ്റ് കോഴിക്കോട്ടേക്ക് പോയതാണ്. അങ്ങനെയൊക്കെ പറയുന്ന കോണ്ടക്സ്റ്റിലാണല്ലോ നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെ പാസീവ് വോയിസ് വരും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സ്ട്രക്ചർ ഈസ് വെരി സിമ്പിൾ. ഒബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ സാധാരണ ആക്റ്റീവ് വോയിസിൽ ജസ്റ്റ് ഹാവ് ഓർ ഹാസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അതേസമയത്ത് ഹാവ് ബീനും ഹാസ് ബീനും ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ ഉപയോഗിക്കുന്നത്. അതേസമയം പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. സോ നമുക്കൊന്ന് എക്സാംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഒരു പെർഫെക്റ്റ് ആക്റ്റീവ് വോയിസ് ഞാൻ ആദ്യം പറയാം. ബാബു ഹാസ് ഹെൽപ്ഡ് ബിബു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു സെൻറ്റൻസ് ആണ്. ബാബു ഹാസ് ഹെൽപ്ഡ് ബിബു. ബാബു ബിബുവിനെ സഹായിച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഇതിൻ്റെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്? ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എഴുതുന്നു. ബിബു. പിന്നെ ബിബു ആയതുകൊണ്ട്, അതിലൊരു സിംഗുലാർ നൗൺ ആയതുകൊണ്ട്, ബിബു എന്ന് പറയുന്ന ഒരാളാണല്ലോ, അല്ലെങ്കിൽ ഐ യു വി അങ്ങനെയൊന്നുമുള്ള നൗൺ അല്ലതാണ്. സോ ബിബു ഹാസ് ബീൻ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബിബു ഹാസ് ബീൻ ഹെൽപ്ഡ്. ബിബു ഹാസ് ബീൻ ഹെൽപ്ഡ് ബൈ ബാബു. ബിബു ഹാസ് ബീൻ ഹെൽപ്ഡ് ബൈ ബാബു. ഓക്കെ, ഇങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ പാസീവ് വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് past participle form of verb. Okay, then we can exemplify some more sentences. Neetu has given him a gift. Neetu has given him a gift. Neetu അദ്ദേഹത്തിനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. Neetu has given him a gift. സോ ഇവിടെ രണ്ട് ഒബ്ജക്റ്റുകളുണ്ട്. ഒന്ന് ഹിം എന്ന ഒബ്ജക്റ്റും മറ്റൊന്ന് ഗിഫ്റ്റ് എന്ന ഒബ്ജക്റ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒബ്ജക്റ്റിനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഹിം എന്നത് ഹി ഹാസ് ബീൻ ഗിവൺ. എ ഗിഫ്റ്റ്. എന്നാണ് വരുന്നത് ബൈ നീതു. ഹി ഹാസ് ബീൻ ഗിവൺ എ ഗിഫ്റ്റ് ബൈ നീതു. അദ്ദേഹത്തിന് ഒരു സമ്മാനം നൽകപ്പെട്ടിട്ടുണ്ട് എന്നായിരിക്കും അതിൻ്റെ മലയാളം വരുന്നത്. ഓക്കെ, ദെൻ ലോറ ഹാസ് ടോട്ട് ഇംഗ്ലീഷ് അറ്റ് ഹൈസ്കൂൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒരു സെൻറ്റൻസ് തന്നെയാണിത്. ലോറ ഹാസ് ടോട്ട് ഇംഗ്ലീഷ് അറ്റ് ഹൈസ്കൂൾ. ഹൗ ടു ചേഞ്ച് ദ വോയിസ്? ഇംഗ്ലീഷ് ഹാസ് ബീൻ ടോട്ട് by Laura at high school. English has been taught by Laura at high school. Okay. Another example. Babu has picked some rose flowers. എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്? The rose flowers or some rose flowers have been. Flowers എന്നാണ്. So have been. Rose flowers have been picked by Babu. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.